ഹായ് ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വില്യം ബ്ലെയ്ക്ക് എഴുതിയിട്ടുള്ള ദ ടൈഗർ ആൻഡ് ദി ലാംബ് എന്ന് പറയുന്ന പോമാണ്. ഈ ഒരു പോമിൽ പോയിട്ട് ഒരു ടൈഗറിനോടും ഒരു ലാമ്പിനോടും ചോദിക്കുകയാണ്, നിന്നെ ആരാണ് ക്രിയേറ്റ് ചെയ്തത്, നിന്നെ ആരാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ചോദ്യങ്ങളിങ്ങനെ ആ ഒരു ലാമ്പിനോടും ആ ഒരു ടൈഗറിനോടും ചോദിക്കുന്നതായിട്ടാണ് ഈ ഒരു പോം പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. സോ ഈ രണ്ട് പോം വില്യം ബ്ലെയ്ക്കിൻ്റെ രണ്ട് റെപ്രസെൻറ്റീവ് പോയംസ് ആണ്. ദ ലാംബ് എന്ന് പറയുന്ന പോയം സോങ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നാണ് എടുത്തത്. അതേപോലെ തന്നെ സോങ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നാണ് ഈ ഒരു ടൈഗർ എന്ന് പറയുന്ന പോം എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ ലാംബ് എന്ന് പറയുന്ന പോമിൻ്റെ സ്പീക്കർ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. ആ ഒരു കുട്ടി ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ലാമ്പിനോട് ചോദിക്കുകയും അതിനുള്ള ഉത്തരം ഈ ഒരു കുട്ടി തന്നെ പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു കുട്ടി ചോദിക്കുകയാണ്, നിന്നെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് അറിയോ എന്ന് ആ ഒരു ലാമ്പിനോട് ഈ കുട്ടി ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം ആ ഒരു കുട്ടി തന്നെ പറയുന്നുമുണ്ട്. ഈ ഒരു സ്ട്രീമിൽ ഈ ഒരു പുൽമേടുകളിൽ നിന്ന് നീ വളരെ ജോയ്ഫുള്ളായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ. സോ ആ ഒരു ലാമ്പിൻ്റെ പുറത്തുള്ള ക്ലോത്തിങ്, ആ ഒരു പുറംതൊലിയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. നിൻ്റെ ആ ഒരു വോയിസ് വളരെ സ്വീറ്റാണ്, എല്ലാവരെയും ജോയ്ഫുൾ ആക്കുന്ന നിൻ്റെ ആ ഒരു ശബ്ദത്തെക്കുറിച്ച് ഇവിടെ എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നിൻ്റെ ആ ഒരു ക്രിയേറ്റർ ആരാണ്, നിന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നൊക്കെ ആ ഒരു കുട്ടി വീണ്ടും എന്താക്കുന്നുണ്ട്, ആ ഒരു ലാമ്പിനോട് ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ആൻസർ ആ കുട്ടി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നിൻ്റെ ക്രിയേറ്റേഴ്സിനെ, അതല്ലെങ്കിൽ സൃഷ്ടാവിനെ എനിക്കറിയാം, നിൻ്റെ ആ ഒരു പേര് വെച്ചിട്ടുള്ള ഒരു പേരാണ് ആ ഒരു ക്രിയേറ്റർക്കും ഉള്ളത് എന്നും ആ ഒരു കുട്ടി പറയുന്നുണ്ട്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ്. ദ ലാംബ് ഓഫ് ഗോഡ് എന്നാണ് ജീസസ് ക്രൈസ്റ്റ് അറിയപ്പെടുന്നത്. സോ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കുട്ടി അങ്ങനെ ഇവിടെ പറയുന്നത്. ഈ ഒരു ചൈൽഡും ലാമ്പും ഇന്നസെൻസിൻ്റെ സിമ്പലായിട്ടാണ് കാണിക്കുന്നത്. ഇനി പറയുന്നത് വില്യം ബ്ലെയ്ക്ക് തന്നെ എഴുതിയിട്ടുള്ള ദ ടൈഗർ എന്ന് പറയുന്ന പോമാണ്. ഇത് എടുത്തിട്ടുള്ളത് ദ കളക്ഷൻസ് ഓഫ് എക്സ്പീരിയൻസിൽ നിന്നാണ്. സോ ഈ ഒരു പോയത്തിലും അതേപോലെ തന്നെ അൺനോൺ സ്പീക്കേഴ്സാണ് ചോദിക്കുന്നത്. ഈ ടൈഗറിനോട് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത് എന്നൊക്കെ ഇതിലും അതേപോലെ സെയിം ക്വസ്റ്റ്യൻസ് ഇതിലും ചോദിക്കുന്നുണ്ട്. സോ ടൈഗർ എന്ന് പറയുന്നത് വയലൻസിൻ്റെ ഒരു സിമ്പലാണ്. ലാമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ടൈഗർ എന്ന് പറയുന്നത്. ലാമ്പിൻ്റെ ഒരു സിമ്പൽ നമ്മൾ പീസായിട്ട് കാണുകയാണെങ്കിൽ ടൈഗറിൻ്റെ ഒരു വയലൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ടൈഗറിനോടും ചോദിക്കുന്നുണ്ട്. ആരാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത്, നിൻ്റെ കണ്ണുകളൊക്കെ ഒരു ബേണിംഗ് ബ്രൈറ്റ് ആണല്ലോ, നിൻ്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും പേടിയാവുന്ന ഒരു തരം ക്യാരക്ടറാണല്ലോ. ആ ഒരു ടൈഗറിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചും ഇവിടെ എന്താക്കുന്നുണ്ട്, നന്നായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ടൈഗറിൻ്റെ കണ്ണ് ഇവിടെ ബേണിംഗ് ബ്രൈറ്റ് എന്നാണല്ലോ പറയുന്നത്. അത് കാണിക്കുന്നത് അതൊരു പവറാണ് എന്താക്കുന്നത്, കാണിക്കുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു രണ്ട് പോംസിൻ്റെ സമ്മറി, ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. അങ്ങനെ ദ ടൈഗർ ആൻഡ് ദി ലാംബ് എന്ന് പറയുന്ന വില്യം ബ്ലെയ്ക്കിൻ്റെ ഈ ഒരു പോംസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.